തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഭാഗ്യവചനധാരയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ സഹോദരങ്ങളെ, ദൈവം മനുഷ്യന് നൽകിയ അതുല്യമായ വരദാനം ചിന്താശേഷിയാണ്. എന്നാൽ അതിലും ഉയർന്ന വരദാനം സ്വന്തം ചിന്തകളെ നിരീക്ഷിക്കുവാനും തിരുത്തുവാനും കഴിയുന്ന ബോധമാണ്. മനഃശാസ്ത്രത്തിൽ ഇതിനെ മെറ്റാകോഗ്നീഷൻ എന്ന് വിളിക്കുന്നുണ്ട്. ഇതിനെ തിങ്കിങ് എബൌട്ട് തിങ്കിങ് എന്ന് പറയുന്നു. ആത്മീയത ഇതിന് ആത്മപരിശോധന എന്ന് വിളിക്കുന്നു. ഈ വിഷയം മനുഷ്യനെ എപ്രകാരം ശക്തിപ്പെടുത്തുന്നു എന്ന് ചിന്തിക്കുമ്പോൾ, ഒന്നാമതായി ആത്മബോധം, സെൽഫ് അവെയർനെസ്. ഞാൻ എന്താണ്? മനഃശാസ്ത്രം പറയുന്നു, സ്വന്തം ചിന്തകളെ തിരിച്ചറിയുന്ന വ്യക്തി മാനസികമായി കൂടുതൽ ശക്തനായിരിക്കും, സമത്വമുള്ളവനായിരിക്കും. ദാവീദ് പ്രാർത്ഥിക്കുന്നു, 139 സങ്കീർത്തനം 23, ദൈവമേ എന്നെ പരിശോധിക്കണമേ, എൻ്റെ ഹൃദയം അറിയണമേ. ഇത് ഒരു ആത്മീയ മെറ്റാകോഗ്നീഷനാണ്. എൻ്റെ ചിന്തകളും ഉദ്ദേശങ്ങളും ദൈവത്തിൻ്റെ വെളിച്ചത്തിൽ പരിശോധിക്കുന്ന അനുഭവം. സോക്രട്ടീസ് പറഞ്ഞു, an unexamined life is not worth living. പരിശോധിക്കപ്പെടാത്ത ജീവിതം മൂല്യത്തിനില്ലാത്തതാകുന്നു. ഇവിടെ ചോദ്യം ഉയരുന്നുണ്ട്, എൻ്റെ ചിന്തകൾ ഭയത്തിൽ നിന്നോ വിശ്വാസത്തിൽ നിന്നോ? എൻ്റെ പ്രവർത്തികൾ സ്നേഹത്തിൽ നിന്നോ സ്വാർത്ഥതയിൽ നിന്നോ? 2, മനസ്സിൻ്റെ പുതുക്കൽ, റിന്യൂവൽ ഓഫ് മൈൻഡ്. ഇത് ചിന്തയുടെ രൂപാന്തരമാണ്. നമ്മുടെ ചിന്തകൾ നമ്മുടെ വികാരങ്ങളെയും പ്രവൃത്തികളെയും നിർണ്ണയിക്കുന്നു. നെഗറ്റീവ് തിങ്കിങ് ലീഡ്സ് ടു ആങ്സൈറ്റി, പോസിറ്റീവ് റിഫ്രെയിമിംഗ് ലീഡ്സ് ടു പീസ്. റോമർക്കെഴുതിയ ലേഖനം 12:2 പറയുന്നു, മനസ്സിൻ്റെ പുതുക്കലാൽ രൂപാന്തരം പ്രാപിപ്പിൻ. ആത്മീയ ജീവിതത്തിൽ രൂപാന്തരം പുറത്തല്ല, ഉള്ളിലാണ് ആരംഭിക്കുന്നത്. സെന്റ് അഗസ്റ്റിൻ ഓഫ് ഹിപ്പോ ഇപ്രകാരം പറഞ്ഞു, You have made us for yourself, O Lord, and our heart is restless until it rests in you. മനസ്സിൻ്റെ യഥാർത്ഥ സമാധാനം ദൈവത്തിൽ നിൽക്കുമ്പോഴാണ്. 3, ആത്മപരിശോധനയും ഉത്തരവാദിത്വവും, സെൽഫ് എക്സാമിനേഷൻ ആൻഡ് റെസ്പോൺസിബിലിറ്റി. മനുഷ്യ വളർച്ചയ്ക്ക് റിഫ്ലക്റ്റീവ് പ്രാക്ടീസ് ആവശ്യമാണ്. തെറ്റുകൾ തിരിച്ചറിഞ്ഞ് തിരുത്തൽ. 2 കൊരിന്ത്യർ 13:5 പറയുന്നു, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പീൻ. ആത്മീയ വളർച്ചയിൽ ഇത് അനിവാര്യമാണ്. സ്വയം ചോദിക്കുക, ഞാൻ ഇന്ന് ആരെയെങ്കിലും വേദനിപ്പിച്ചോ? എൻ്റെ വാക്കുകൾ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ പ്രതിഫലിപ്പിച്ചോ? മെറ്റാകോഗ്നീഷൻ നമ്മെ ഉത്തരവാദിത്തമുള്ള വിശ്വാസികളാക്കുന്നു. 4, പ്രാർത്ഥനയും ധ്യാനവും, പ്രയർ ആൻഡ് മെഡിറ്റേഷൻ. ചിന്തയുടെ ദൈവീക മാർഗനിർദ്ദേശം. മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് റെഡ്യൂസസ് സ്ട്രെസ് ആൻഡ് ഇൻക്രീസസ് ക്ലാരിറ്റി. ക്രിസ്തീയ ആത്മീയതയിൽ മൈൻഡ്ഫുൾനെസ് എന്നത് ദൈവസന്നിധിയിൽ ജാഗ്രതയോടെ നിൽക്കുക എന്നതാണ്. ഫിലിപ്പിയർ 4:8, സത്യമായതും മഹത്വമുള്ളതും നീതിയുള്ളതും വിശുദ്ധമായതും ചിന്തിപ്പീൻ. ഇതൊരു മെറ്റാകോഗ്നിറ്റീവ് നിർദ്ദേശമാണ്. നമ്മുടെ ചിന്തകളെ തിരഞ്ഞെടുത്ത് ദൈവീകമായതിലേക്ക് നയിക്കുക. C.S. ലൂയിസ് പറഞ്ഞു, എയിം അറ്റ് ഹെവൻ ആൻഡ് യു വിൽ ഗെറ്റ് എർത്ത് ത്രോൺ ഇൻ. ചിന്ത ദൈവത്തിലേക്ക് തിരിയുമ്പോൾ ജീവിതം ശരിയായ ദിശയിൽ പോകുന്നു. മെറ്റാകോഗ്നീഷൻ ഒരു മാനസിക സിദ്ധാന്തമല്ല, ഇതൊരു ആത്മീയ ശാസനയാണ്. മനഃശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നത് ചിന്തയെ തിരിച്ചറിയുക. ദൈവശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നത് ചിന്തയെ പുതുക്കുക. അതുകൊണ്ട് നമുക്കും പ്രാർത്ഥിക്കാം, കർത്താവേ, എൻ്റെ ചിന്തകളെ വെളിപ്പെടുത്തണമേ, എൻ്റെ മനസ്സിനെ പുതുക്കണമേ, എൻ്റെ ജീവിതം നിൻ്റെ സത്യത്തിൽ ആയിരിക്കണമേ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.